ആർഎസ്എസിന്റെ പിതാവാരാ? ആർഎസ്എസിന്റെ പിതാവാരാ? വാര്യംകുന്നൻജി. അതെ അല്ലേ? പുള്ളിയില്ലെങ്കിൽ ആർഎസ്എസ് ഉണ്ടാവില്ല. ഏറ്റവും വലിയ ട്രിഗർ അതായിരുന്നു. അതെ, അപ്പോൾ അത് വൺ ഓഫ് ദ ബിഗസ്റ്റ് ട്രിഗർ ആയിരുന്നു. അപ്പം ആർഎസ്എസിനെ സൃഷ്ടിച്ചതിൽ ഏറ്റവും വലിയ പങ്കുള്ള വാര്യംകുന്നനെ ഇവിടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് ആഘോഷിക്കുന്ന അത്രയും വലിയ നമ്മളൊക്കെ ഒരു ഭാഗ്യം. ആ പിതാവ് ഉണ്ടായോണ്ട് ഇപ്പൊ ഇന്ത്യ നമ്പർ 1-ലല്ലേ നിക്കണത്. ഏതായാലും ബാക്കി കേക്ക് നമ്മൾ ഉസ്താദിന്റെ മറുപടി. എന്നിട്ട് ബാക്കി നമ്മുടെ മക്കളെ ബുദ്ധിജീവികളെ ബഹുമാനിക്കാൻ പഠിക്കണം. ബുദ്ധിജീവികളെ നമ്മൾ ആദരിക്കണം. ചരിത്രം നമ്മൾ പഠിച്ച പോലൊന്നുമല്ല. ആർഎസ്എസിന്റെ പിതാവാര വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി. ആർഎസ് രൂപീകരിക്കപ്പെടാനുള്ള കാരണം എന്താ? മലബാർ കലാപം. 1921 മലബാർ സമരം നടക്കുന്നത്. 1922 ആകുമ്പോഴത്തേക്കും വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് സർക്കാർ വധിച്ചു. അത് കഴിഞ്ഞ് 1925 നാഗ്പൂരിൽ RSS രൂപീകരിക്കപ്പെടുന്നത്. നമ്മുടെ ബുദ്ധിജീവികൾ പറഞ്ഞ് ശരിക്കും ശ്രദ്ധിക്കണം, വിട്ടുപോകരുത്. RSS രൂപീകരിക്കപ്പെടാനുള്ള കാരണം മലബാർ കലാപവും കുഞ്ഞഹമ്മദ് ഹാജി. അത് കഴിഞ്ഞ് 1925 നാഗ്പൂരിൽ RSS രൂപീകരിക്കപ്പെട്ടതിന് ശേഷം 1940 കേരളത്തിൽ കോഴിക്കോട് RSSന് ഒരു ശാഖ ഉണ്ടാകുന്നത്, മലയാളക്കരയിൽ. അതായത് രമണ, 1922 മരണപ്പെട്ട വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് 1940 അത് കഴിഞ്ഞ് 18 വർഷം കഴിഞ്ഞ് ഒരു സംഘടന ഉണ്ടാക്കിയത്. ബുദ്ധിജീവികൾ പറയുന്ന വിശ്വസിക്കടാ. ഇനി മനസ്സിലാകാത്ത പഹയന്മാരെ, 1922 വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷുകാർ വധിച്ചു. ആ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ 18 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരു സംഘടന ഉണ്ടാക്കിയത്. അതാണ് ഈ ബുദ്ധിജീവികൾ പറഞ്ഞത്. ബുദ്ധി റോക്കറ്റ് പോലെയാണ്. ഇതുപോലെ റോക്കറ്റ് പോലെ. ആർഎസ്എസിന്റെ പിതാവാരാ? വാര്യംകുന്നൻജി. പോലി ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് മടി ഫുള്ള് കാണ്. ഏതായാലും ഉസ്താദിന്റെ വീഡിയോ കണ്ട് ചിരിച്ചു പാടൽക്കി. ഇനി നമുക്ക് RSS എങ്ങനെ ഇന്ത്യയിൽ വന്നു, അവർ എന്തെല്ലാം ഗുണങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് ചെയ്തു എന്നുള്ളത് ഒരു പ്രസംഗം കൂടി ഉണ്ട്. അതുമാടി കേട്ടിട്ട് നിങ്ങളെ കമന്റ് ഒക്കെ അറിയിക്കിട്ടോ. കേക്കട്ടെ, കാണാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഒരുത്തന്റെ പ്രസ്താവനയുണ്ടല്ലോ, വെടിവെച്ചു കൊല്ലണം, ബലാത്സംഗം ചെയ്യണം. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ, അത് ഒരാളുടെ പ്രസ്താവനയൊന്നുമല്ല. അതിന്റെ തുടക്കം എവിടെയാണെന്നറിയോ? പിടികൂടിയ മുസ്ലിം സ്ത്രീകളെ വിട്ടയച്ച ശിവജിയുടെ നടപടി തെറ്റായിരുന്നുവെന്നും അവരെ ബലാത്സംഗം ചെയ്ത് കീഴടക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് എന്നും എഴുതിയ ഒരാളുണ്ട്. മൂപ്പരുടെ പേരാണ് സവർക്കർ. അവിടെ നിന്ന് തുടങ്ങുന്നതാ ഈ ബലാത്സംഗവും ഈ കൊലയും. നിങ്ങൾക്കൊരു നിലയിലും എൻഗേജ് ചെയ്യാൻ പറ്റാത്ത, അതിപ്പോ ഈ ചാനൽ ചിലക്കെ വന്നിരിക്കുന്ന ഈ സംഘപരിവാറിന്റെ ആളുകളെ നോക്കിയാൽ കാണാൻ പറ്റും. നമുക്കൊരു നിലയ്ക്ക് എൻഗേജ് ചെയ്യാൻ പറ്റില്ല. അത്ര താണവരാ, ആ മാതിരി ഭാഷയാ പറയാ. ഇതൊക്കെയാണ് മക്കളെ നമ്മളെ RSS ഇന്ത്യയിൽ ചെയ്ത ഗുണങ്ങള്. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.